എൻ്റെ തേങ്ങ ഒന്ന് പൊതിച്ചിട്ട് ചക്കക്കുരു മാങ്ങ വെക്കാം. കുറേ നാളായി ചക്കക്കുരു മാങ്ങ വെച്ചിട്ട്. തേങ്ങ റെഡി. മാവേലുണ്ടോ? എന്നാൽ ഇന്ന് സ്പെഷ്യൽ ചക്കക്കുരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേകാൻ വേണ്ടി വെക്കുവാണ്. അതിലോട്ട് ഒരു 2 പച്ചമുളക്, കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേകാൻ വെക്കുവാണ്. ചക്കക്കുരു മാങ്ങയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: തേങ്ങ, കറിവേപ്പില, ജീരകം, 2-3 പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി. ഇവയെല്ലാം കൂടി നല്ലപോലെ ചാറുകറിക്കായതുകൊണ്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടതാണ്. ചക്കക്കുരു ഒരുവിധം വെന്തിട്ടുണ്ട്. ചക്കക്കുരു ശരിക്കും വെന്തിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഇതിലോട്ടിടാം. അത് ഒരു 10 മിനിറ്റോളം നമ്മൾ വേകാൻ വേണ്ടി വെക്കണം. വെന്തിട്ടുണ്ട്. അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിക്കണം. അടുത്ത് നമ്മൾ താളിക്കാൻ പോവാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇടുവാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉലുവ, ഉള്ളി, ചെറിയ ഒരു ബ്രൗൺ നിറമൊക്കെ ആകുമ്പോൾ നമ്മൾ വെളുത്തുന്നൊക്കെ അറിയാമല്ലോ, ആ ഒരു രീതിയാണ്. അടുത്ത് വറ്റൽമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് വയ്ക്കുക. അങ്ങനെ ചക്കക്കുരു മാങ്ങാക്കറി റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് പഴങ്കഞ്ഞിയുടെ ഒക്കെ കൂടെ ഒഴിച്ച് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇപ്പം മാങ്ങായും ഉണ്ട്, ചക്കയും ഉണ്ട്, ഒരുവിനും പഞ്ഞും ഇല്ല. അപ്പം ഇത് അടിപൊളി ഒരു ചാറുകറിയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ ചക്കക്കുരു മാങ്ങ ചാറുകറി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സ്വന്തം ആശ ജോസ്.